നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ആണവായുധം പ്രയോഗിക്കേണ്ട സമയമായി, എല്ലാവരും തയ്യാറായി നിൽക്കണം എന്നാണ് ആയതുള്ള അലി ഖമനേയി IRGC ഇറാൻ സേനയ്ക്ക് കൊടുത്ത ഉത്തരവ്. ഇത് ഒരു ഭീഷണി, അല്ലെങ്കിൽ അമേരിക്ക തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തരുത് എന്നുള്ളത് കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്നതാണ് ഇറാൻ എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നുണ്ട്. അല്ലാതെ അമേരിക്കയെ കയറി അടിക്കാനുള്ള ഒരു കെൽപ്പ് ഇപ്പോൾ എന്തായാലും ഇറാൻ ഇല്ല എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വഴിക്ക് ഹൂതികളെ ഇറക്കി അതിശക്തമായി അമേരിക്കയെ വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ അമേരിക്കയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയുമാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൂതികൾ അമേരിക്കയുടെ ഡ്രോണുകൾ ഉൾപ്പെടെ ഇപ്പോൾ വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു രാജ്യം വെല്ലുവിളിക്കുന്നത് എങ്ങനെയാണ്, ആ രീതിയിലാണ് ഇപ്പോൾ ഹൂതികൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അമേരിക്ക ശക്തമാണ്, എന്തും ചെയ്യാൻ കെൽപ്പുള്ള രാജ്യമാണ്. എങ്കിലും തലവേദനയാണ് ഈ ഹൂതികളെ കൊണ്ട് അമേരിക്കയ്ക്ക്. ട്രംപ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ വ്യോമസേന തലവന്മാരെ വിളിപ്പിച്ചിട്ടുണ്ട്. യമനിലേക്ക് ആക്രമണം ഉടൻ നടത്തണമെന്നുള്ള ഒരു ഉത്തരവ് ട്രംപ് നടത്തിയിട്ടുണ്ട് എന്ന് വിവരങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹൂതികളെ അത്ര നിസ്സാരമായി കാണേണ്ടതല്ലല്ലോ. അല്ലല്ലോ, ഒരിക്കലും പറ്റില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ യമനിലേക്ക് കയറി അടിക്കാനുള്ള ഒരു നീക്കമാണ് അമേരിക്കൻ ഭരണകൂടം നടത്തുന്നത്. യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ വ്യോമസേന ഇന്ന് ബുധനാഴ്ചയും ആക്രമണം എല്ലാം നടത്തിയെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയ്ക്ക് സമീപമുണ്ടായ ഒരു ആക്രമണത്തിൽ 4 ഹൂതി വിമതർ കൊല്ലപ്പെട്ടതായിട്ടും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് വ്യോമസേന തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനെ തുടർന്നിട്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കടലിലാണ് ഇവര് ആദ്യം കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഹൂതികൾക്കെതിരെ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ ആക്രമണങ്ങളിൽ ഇതുവരെ 65 വിമതർ കൊല്ലപ്പെട്ടതായാണ് ഹൂതികൾ പുറത്തുവിട്ട കണക്കുകൾ. 65 പേരാണ് ഹൂതികളിൽ നിന്ന് മരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ഹൂതികൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ മാരിബ് ഗവർണറേറ്റിന് മുകളിൽ അമേരിക്കൻ ഡ്രോണുകൾ നിരീക്ഷണം നടത്തി ആക്രമണത്തിന് നീക്കം നടത്തിയിരുന്നു. എന്നാൽ യമൻ സായുധ സേന അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോണാണ് മിസൈൽ ഉപയോഗിച്ച് തകർത്തത്. അമേരിക്കയുടെ ഏറ്റവും വലിയ MQ-9 റീപ്പർ ഡ്രോൺ വലിയ ചാരവിമാനമാണ്, ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. അത് പക്ഷേ മിസൈൽ ഉപയോഗിച്ച് തകർത്തു. തകർന്നു വീണ ചാരവിമാനം കത്തി എരിയുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂതികൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് മീതെ നേടിയ ശക്തമായ ഒരു വിജയം എന്നുള്ള മട്ടിലാണ് ഹൂതികൾ ഇതിനെ കാണുന്നത്. ഇപ്പോഴും അമേരിക്ക ശക്തമായ ബോംബാക്രമണം തുടരുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ചാരവിമാനം തന്നെ ഞങ്ങൾ കത്തിച്ചു എന്ന് പറഞ്ഞ് സന്തോഷ തുള്ളൽ നടത്തുകയാണ് ഹൂതികൾ ഇപ്പം ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക തിരിച്ചടിക്കുക ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്കിൽ കൂടിയും ഈ ഹമാസിനെ തകർത്തെറിയാൻ ഇസ്രയേൽ നടത്തിയ പോലെ ഒരു നീക്കം നടത്താൻ അമേരിക്കയ്ക്ക് ഈ ഘട്ടത്തിലും കഴിയുന്നില്ല. ഹൂതികളുടെ ഹൂതികൾ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയെ തോക്കുകൊണ്ട് നേരിടുന്നതാണ്. ഇറാൻ പറഞ്ഞത് സമ്മതിക്കാം, അമേരിക്ക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തൊട്ട് ഞങ്ങൾ അത് തന്നെ ചെയ്യും, അണുവായുധം ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ടും ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഇറാനാണ്. ഖമേനി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറാൻ രാജ്യമാണ് പറഞ്ഞത്. ഇവിടെ ഹൂതികൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്, ഞങ്ങൾ തോക്കുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും മിസൈലോ ആക്രമണമോ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തോക്കുകൊണ്ട് പ്രതികരിക്കും എന്ന് പറഞ്ഞപ്പോ ഇറാൻ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഖമേനി ബലേബേഷ പറഞ്ഞ് കൈ കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പൊ പക്ഷെ ഹൂതികൾ അങ്ങനെ പറഞ്ഞതിന് അമേരിക്ക പറഞ്ഞത് ഖമേനി ഉടൻ തന്നെ പടമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹൂതികൾ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അമേരിക്കയെ വെല്ലുവിളിക്കാൻ തക്കോണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഒരു മുന്നറിയിപ്പും കൂടി ഡൊണാൾഡ് ട്രംപിനും കൊടുത്തിട്ടുണ്ട്. അൽഖ്വയ്ദ നടത്തിയ ആക്രമണം മറക്കരുത്, അത് ഓർമ്മ വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ്. അതായത് അത് ശരിയാണ്, എല്ലാ കാലത്തും അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയൊരു നാണക്കേടാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും
അതിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അകത്ത് കയറി ഒരാക്രമണം നടത്താൻ അൽ ഖ്വയ്ദയ്ക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് അതിനപ്പുറം പോകാൻ കഴിയും. ഞങ്ങളുടെ ശക്തി എത്രത്തോളമാണെന്ന് അമേരിക്ക ഇനി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഹൂതി തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തി വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്തായാലും ഹുദൈദ തുറമുഖത്തിന് നേരെ ആക്രമണം ഘടിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ നീക്കം. പക്ഷെ ഹൂതികൾ പറയുന്നത് അമേരിക്കയുടെ 16ാമത്തെ ഡ്രോണാണ് ഞങ്ങള് തകർത്തതെന്ന് പറഞ്ഞിട്ടുള്ള ഹൂതികൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്ലാൻ ബി കൂടി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഹുദൈദ തുറമുഖത്തിനും മാരിബ് ഗവർണറേറ്റിനും ഒരേ സമയം ആക്രമണം നടത്തും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം. അമേരിക്ക അങ്ങനെ ഒരു രണ്ടിടത്തേക്കും ഒരുപോലെ തന്നെ ഒരു ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും യമനിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ പുറകെയാണ്. പക്ഷെ അങ്ങനെ അമേരിക്ക പറയുമ്പോൾ തന്നെയാണ് ഹൂതികൾ പറഞ്ഞത് ചാരവിമാനം ഞങ്ങൾ വെടിവെച്ചിട്ടിരിക്കുന്നു, 16ാമത്തെ ഡ്രോണും ഞങ്ങൾ വെടിവെച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ഞെട്ടിക്കുന്ന വിശാലവും അതിപ്രധാനവുമായ ഒരു സൈനിക ശേഷി ഞങ്ങൾക്കുണ്ട് എന്നാണ് ഹൂതി പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ അത്തിഫി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്ക പോലും ഞെട്ടുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏത് സമയവും ഒരു ആക്രമണം, ഇങ്ങോട്ടൊരു ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അതിന് അതേപോലത്തുള്ള ആക്രമണം ഞങ്ങളും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മാരിബ് ഗവർണറേറ്റിന് നേരെ ആക്രമണം ഘടിപ്പിക്കുകയാണെങ്കിൽ യമൻ സർക്കാർ അത് മൗനം പാലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൂതികൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ മാരിബ് ഗവർണറേറ്റ് എന്ന് പറയുന്നത്. അതിന് നേരെ ഒരു ആക്രമണം അമേരിക്ക നടത്തി കഴിഞ്ഞാൽ യമൻ ഗവൺമെന്റ് ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യമന്റെ തലസ്ഥാനമായ സനയിൽ നിന്ന് വടക്ക് കിഴക്ക് 173 കിലോമീറ്റർ അകലെയാണ് ഈ മാരിബ് ഗവർണറേറ്റ്. അത് കൈയടക്കി വെച്ചിരിക്കുന്നത് ഹൂതികളാണ്. ആ ഗവർണറേറ്റിലെ ജനസംഖ്യ യമനിലെ മൊത്തം ജനസംഖ്യയുടെ 1.2% ആണ്. അപ്പൊ മാരിബ് നഗരം ഗവർണറേറ്റിന്റെ തലസ്ഥാനവുമാണ്. 1984 അവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതിനു ശേഷമാണ് വിമതരുടെ കണ്ണ് ഇവിടേക്ക് പതിഞ്ഞതും പിന്നീട് ഹൂതികൾ ഈ ഭാഗം, ഈ ഗവർണറേറ്റ് പിടിച്ചെടുത്തതും. ആദ്യത്തെ ഹരീബ് ജില്ല ഹൂതികളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമാക്കാൻ യമൻ സൈന്യം 2022 ശ്രമിച്ചിരുന്നു. ഹരീബ് ജില്ല വീണ്ടെടുക്കാൻ നടത്തുന്ന യുദ്ധത്തിൽ യമൻ സൈന്യം നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുന്നു. പക്ഷെ അന്ന് ഹൂതികൾക്ക് വലിയ ആഘാതമൊക്കെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അത് ഹൂതികളുടെ കൈവശം തന്നെ വരിക ചെയ്തത്. ഹരീബിന് കിഴക്ക് ഹിൽവ പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. ഹൂതികളെ കൊണ്ട് സർവനാശത്തിന്റെ വക്കിലാണ് യമൻ ഭരണകൂടവും ജനതയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഗവർണറേറ്റ് അമേരിക്ക പിടിച്ചെടുക്കുകയാണെങ്കിൽ, കാരണം 2022 മുതൽ ഇവർ ശ്രമിക്കുന്നതാണ്, പറ്റിയിട്ടില്ല. അപ്പൊ എപ്പോഴെങ്കിലും അമേരിക്ക ഇത് കൈവശം വെക്കിയാൽ അമേരിക്ക അത് പിടിച്ചെടുക്കാൻ വന്നാൽ, ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ യമൻ സർക്കാർ മൗനം പാലിക്കും എന്നാണ് പറയുന്നത്. അനുകൂലം ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ മൗനം പാലിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഗാസ പോലെ തന്നെ പലസ്തീൻ മൗനം പാലിക്കുകയാണ്, ഗാസ പിടിച്ചെടുത്ത് സുരക്ഷിതമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ. കാരണം ഇപ്പൊ ഈ ഒരു 6 വർഷത്തിനിടെ ഹൂതി മിലീഷ്യകൾ യമനിൽ 1000-ലേറെ മസ്ജിദുകൾ തകർത്തിട്ടുണ്ട് എന്നാണ് യമൻ പണ്ഡിത സംഘടന പറയുന്നത്. അപ്പൊ മുൻവർഷങ്ങളിൽ യമനിലും യമൻ ജനതയ്ക്കെതിരെയും ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളും കൂട്ടക്കുരുതികളും നശീകരണ പ്രവർത്തനങ്ങളും എല്ലാം ഹൂതികൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യമൻ ഗവൺമെന്റ് ഇവർക്കെതിരാണ്. 400-ലേറെ തഖ്ഫീസുൽ ഖുർആൻ സ്കൂളുകൾ ഹൂതികൾ തകർത്തു എന്നാണ് പറയുന്നത്. 4000-ലേറെ മസ്ജിദുകൾ ഹൂതികൾ കൊള്ളയടിച്ചിട്ടുണ്ട്. യമനിൽ ഇറാനിയൻ സഫവി അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും എല്ലാം ഹൂതികൾ പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഇവര് മുസ്ലിം അത് മാത്രം അങ്ങനെ ഉള്ളവരല്ല, അവരൊരു പ്രത്യേക മതവിഭാഗമായിട്ടാണ് ഹൂതികൾ നിൽക്കുന്നത്. അവർ പ്രത്യേക അന്ധവിശ്വാസവും എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്, അവരുടേതായിട്ടുള്ള മതങ്ങൾ. അപ്പൊ ഹൂതികൾ എങ്ങനെയെങ്കിലും ചത്തൊടുങ്ങണം എന്ന് തന്നെയാണ് യമൻ ജനതയും ആഗ്രഹിക്കുന്നത്. അപ്പൊ യമനിൽ ശക്തമായ ആക്രമണത്തിന് വമ്പൻ പ്ലാൻ അമേരിക്ക തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇവര് അതേപോലെ തന്നെ ആ വെല്ലുവിളി ഏറ്റെടുക്കുക മാത്രമല്ല, തിരിച്ച് അതുപോലെ തന്നെ ഒരു ആക്രമണം അമേരിക്ക അതിന് കരുതിയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇസ്രയേലിന് ശരിയാണ്, ഇസ്രയേൽ ഒരു യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ 1 വർഷത്തോളം വേണ്ടി വന്നു ഈ പറയുന്ന ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഒരേ സമയം അടിച്ചും തിരിച്ചടിച്ചും ഒക്കെയാണ് ഈ പറയുന്ന ലെബനനിലും ഗാസയിലും ഈ കാണുന്ന രീതിയിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് പോലും ആശ്വാസമാകുന്ന നടപടികളാണ്
ഇസ്രയേൽ ശരിയാണ് വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, നടത്തുന്നത്. വലിയ നാശനഷ്ടങ്ങൾ. ഇനി ഗാസ നിർമ്മിക്കുന്നതിന് വലിയ തുക ആവശ്യമാണ്. എങ്കിൽ തന്നെയും അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ ഹമാസ് പുറത്തു പോകണമെന്ന ആവശ്യവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഭീകരവാദത്തെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നീക്കത്തിലേക്ക് എത്താൻ ഇസ്രയേലിന് 1 വർഷം വേണ്ടി വന്നു, 1 വർഷത്തിൽ കൂടുതൽ. ഇപ്പോഴും പക്ഷെ പൂർണ്ണമായും നശിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും അതിന്റെ വേരുകൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷമുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഈ പറയുന്ന അമേരിക്കയാണ് യമന്റെ കാലൻ എന്ന് നമ്മൾ പറയുമ്പോഴും പക്ഷെ ഒരു ശക്തമായ രീതിയിൽ ഒരു ആക്രമണം നടത്താൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിൽ ഇറാനാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് വലിയൊരു അടി തന്നെയാണ്. കാരണം ഇപ്പൊ ഹമാസിന്റെ കാര്യമായാലും ഹിസ്ബുള്ളയുടെ കാര്യമായാലും എല്ലാം തന്നെ ഇവർക്ക് കടുത്ത പിന്തുണയാണ് ഇറാൻ കൊടുക്കുന്നത്. ഇറാനിൽ നല്ല ആയുധ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് മുഴുവനും ഇതുപോലത്തുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അല്ലല്ലോ അവർ ഉപയോഗിക്കുന്നത്. ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂതികളെല്ലാം തീറ്റുപോറ്റാനാണ് ഇറാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ അടിയായിട്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ യമൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ പ്രയാസമാണ് എന്ന് തന്നെയാണ് യമന്റെ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ ലത്തീഫി പറയുന്നത്. അങ്ങനെ അവരെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ള കാരണം അവർക്ക് അത്രയധികം സൈനിക സമ്പത്തും ഉണ്ട്, മറ്റു രീതിയിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സംഘടന അല്ലെങ്കിൽ ചെറിയൊരു വിമത ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരെ തള്ളിവിടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഹൂതികൾ നിൽക്കുന്നത്. ഇത്രയും കാലം ഹൂതികൾ സൈലന്റ് ആയിരുന്നു. ഹമാസും ഹിസ്ബുള്ളയുടെയും സമയത്ത് ഹൂതികൾ സൈലന്റ് ആയിരുന്നു. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൂതികൾ പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ചെങ്കടലിൽ പോകുന്ന കപ്പലുകളെ തടയാം എന്ന് പറഞ്ഞതോടുകൂടി കപ്പലുകൾ ആ വഴി പോകുന്നില്ല. അതോടുകൂടി ഒരു വലിയ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഹൂതി എന്ന് പറയുന്ന ഒരു സംഘടന ചെങ്കടലിൽ ആക്രമണം നടത്തിയപ്പോഴത്തേക്ക് വമ്പൻ രാജ്യങ്ങളുടെ കപ്പലുകൾ പോലും വഴിതിരിച്ചു വിട്ടു. അവിടേക്ക് പോകാൻ ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് ലോകം ചുറ്റേണ്ടി വരുന്ന കപ്പലുകൾ. അതായത് ഈ പറയുന്ന ചെറിയ രാജ്യങ്ങളുടെ ഒന്നും അല്ല, ഇസ്രയേലിന്റെ, അമേരിക്കയുടെ, ബ്രിട്ടന്റെ തുടങ്ങിയ രാജ്യങ്ങളുടെ, ഇന്ത്യയുടെയൊക്കെ കപ്പലുകളാണ് ഈ ഒരു സംഘത്തെ പേടിച്ച് വഴിതിരിച്ചു വിടേണ്ടി വരുന്നത്. ഈ ഒരു ഭീതി എന്ന് അവസാനിക്കും എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ എത്രയായി കഴിഞ്ഞാലും ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള മറ്റു ആൾക്കാർ കൂടി ഉള്ളപ്പോൾ ഇതൊരു അമേരിക്ക വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ വിചാരിച്ചാലോ ഒന്നും തന്നെ. കാരണം ഇപ്പോൾ റഷ്യ ഇവർക്ക് കൂട്ടം നിൽക്കാൻ പോകുന്നു. വൻ രാജ്യങ്ങളെല്ലാം ഇവർക്ക് ഇപ്പോഴുള്ള ഇറാൻ പോലുള്ള ഖമനയുടെ കൂടെയും അതുപോലെ തന്നെ ഹൂതികൾക്കും എല്ലാം സഹായം ചെയ്യാൻ വേണ്ടി ഉത്തര കൊറിയയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ പോലും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ ലോകത്തിന്? നമുക്കറിയാം, ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഹൂതികൾ യുദ്ധത്തിലേക്ക് വരുന്നത്. അതിനുശേഷം റഷ്യയിൽ നിന്ന് ആയുധ സഹായങ്ങൾ ഹൂതികൾക്ക് ലഭിക്കുന്നു. അത് ഇറാന്റെ നിർദ്ദേശപ്രകാരം. റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു ഇതുണ്ട്. കാരണം 2 രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. ഇതിപ്പോ റഷ്യ പോലുള്ള ഒരു രാജ്യം, പുടിനെ പോലുള്ള ഒരു ഭരണാധികാരി ഹൂതികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹൂതികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. റഷ്യൻ ആയുധങ്ങൾ ഹൂതികളുടെ കയ്യിലുണ്ടായിരിക്കുക, ഇറാന്റെ ആയുധങ്ങൾ ഹൂതികളുടെ കയ്യിലുണ്ടായിരിക്കുക, ഹമാസ് ആക്രമണം നടത്തിയത് ഇറാന്റെ ഇത് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയെ പോലും കൂട്ടുപിടിച്ച് മറ്റു രാജ്യങ്ങൾക്കെതിരെ തിരിക്കാൻ തക്കോണമുള്ള ഒരു എന്താ പറയാ, നാണം കെട്ട ഒരു പരിപാടിയാണ് ഈ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഇറാനും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം കാണേണ്ടത്. അതായത് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര ചെറുതൊന്നുമല്ല. ഈ പറയുന്ന റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവരൊരു ബെൽറ്റാണ്. അത് ആ ഒരു കൂട്ടുകെട്ട് അത് ലോകത്തിന് ഭയക്കേണ്ട വസ്തുത തന്നെയാണ്. നമ്മൾ ഭീകരവാദത്തിന്, പശ്ചിമേഷ്യയിലെ ഭീകരവാദം അവസാനിക്കണമെങ്കിൽ ഇറാൻ ഒന്നെങ്കിൽ നന്നാകണം, അല്ലെങ്കിൽ കാലം കഴിഞ്ഞാൽ ആര് വരുമെന്ന് നോക്കാം. അടുത്ത ഖമനി വരും, അയാൾക്കും ഇതേ നിലപാട് തന്നെയാണ്. അപ്പോ അവിടെയാണ് ഈ പ്രതിസന്ധി വരുന്നത്. ഈ പറയുന്ന ഇറാനെ ഈ രാജ്യങ്ങൾ എന്തിനു പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീകരവാദം, മറ്റേ ചൈന ഉൾപ്പെടെ ഇവർക്കെല്ലാവർക്കും ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണന കേന്ദ്രവും കൂടിയാണ് ഈ പറയുന്ന യമനും ലബനനും ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കും സാമ്പത്തികമാണല്ലോ ഇവരുടെ എല്ലാം
ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ, എന്ത് നെറികേടും കാണിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് രാജ്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ അപ്പോഴും പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. ഈ നമ്മൾ പറയുന്നത് പോലെ ഈ ചെങ്കടൽ വളയുക, ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കുക, ഈ നിലപാടിലേക്കൊക്കെ ഹൂതികൾ കടക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്നത് ചെറിയ രാജ്യങ്ങളാണ്. കാരണം വമ്പന്മാർക്ക് എങ്ങനെയെങ്കിലും അവരുടെ വിപണിയിൽ സാധനങ്ങൾ എത്തണമെന്നുള്ള ആവശ്യമാണ്. പക്ഷെ ഈ മറ്റ് രാജ്യങ്ങൾ ഒക്കെ തന്നെ അവർക്ക് ഭീമമായ തുക മാർക്കറ്റിൽ ചെലവഴിക്കേണ്ടി വരുന്നത് വലിയ അവരുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുന്നതാണ്. ഈ പറയുന്ന ഇന്ത്യ പോലും ഒന്ന് ഓർത്തു നോക്കുക, നമുക്കും ഇതിനു വേണ്ടി കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുമ്പോൾ വിപണിയിൽ ജനങ്ങൾ പ്രതിസന്ധിയിലാകുകയാണ്, വിലവർധന ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം യുദ്ധം അവസാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലും ഇവർ പറയുന്ന ഹൂതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറണം, മാനുഷിക സഹായങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് എത്തണം. റിപ്പീറ്റാണ്. ഹൂതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറണം, അവിടേക്ക് മാനുഷിക സഹായങ്ങൾ എത്തണം, അല്ലാത്ത പക്ഷം ഞങ്ങൾ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ തൊട്ടിപ്പുറത്ത് ഇസ്രയേൽ പറയുന്നത് എന്താണ്? 1 ഇഞ്ച് പോലും ഞങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെ ആരും കണക്ക് കൂട്ടുകയും വേണ്ട. അവസാന ഹമാസും ചത്തൊടുങ്ങുന്നത് വരെ ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ ഉണ്ടാകും എന്ന് ഇസ്രയേൽ പറയുന്നു. അപ്പോൾ ഒരു തരത്തിലും ഇവരാരും പിന്മാറാൻ തയ്യാറല്ല. ഈ പൂർണ്ണമായും നമുക്ക് യമനിൽ കയറി ഹൂതികളെ അടിച്ചു തീർക്കാനും പറ്റില്ല. കാരണം നമുക്ക് ലെബനനിലേക്കോ അല്ലെങ്കിൽ ഗാസയിലേക്കോ കടക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല യമനിലേക്ക് എന്നുള്ളതാണ്. അതാണ് ഈ ഹൂതികൾക്കുള്ള ഒരു ആശ്വാസവും. വലിയ പ്രതിസന്ധികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ അമേരിക്ക എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഇവരെ ഇങ്ങനെ വളരാൻ അനുവദിക്കാനും പറ്റില്ലല്ലോ. അമേരിക്കൻ നടപടികൾ, അമേരിക്ക ഹൂതികൾക്കെതിരെ, ഹമാസിനെതിരെ എല്ലാം ഈ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ അതിനെ കാണുന്നത് പ്രതിരോധപരമായ ഒരു വെറും പ്രതികരണമായിട്ട് മാത്രമല്ല, ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പൊ അമേരിക്കയുടെ ലക്ഷ്യം യമന് അപ്പുറത്തേക്ക് വ്യാപിക്കും. ലെബനീസ്, ഹിസ്ബുള്ള, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ, സിറിയയിലെ അസദ് ഭരണകൂടം, പലസ്തീൻ വിഭാഗങ്ങൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഇറാന്റെ ഒരു വിശാലമായ ശൃംഖലയുണ്ട്, ഒരു റെസിസ്റ്റൻസിന്റെ അച്ചുതണ്ട്. ഇത് തകർക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് ഇറാന്റെ പേടിയും. ഇപ്പൊ ഇവര് ഇവിടെ ആക്രമിക്കുന്നു, ഇറാനെതിരെ ആണവ നിരോധനം പറയുന്നു, അല്ലെങ്കിൽ ഹമാസിനെ തകർക്കാൻ സഹായിക്കുന്നു, ഹൂതികളെ തകർക്കാൻ സഹായിക്കുന്നു. ഇത് പറയുമ്പോൾ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം, അമേരിക്ക അങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ ഇറാന്റെ ഒരു പിടി എല്ലായിടത്തും വിട്ടുപോകും. കാരണം ലെബനനില് ഹിസ്ബുള്ള, ഷിയ മിലിഷ്യകള് ഇവരെല്ലാം തന്നെ തച്ചുടക്കിയാണ്. അസദ് ഭരണകൂടം ഇല്ല, അത് വിമത ഗ്രൂപ്പായി. അപ്പൊ ഇങ്ങനെ പലസ്തീന്റെ ഭാഗങ്ങളിലേക്ക് എല്ലാം തന്നെ അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഇറാന് ഒരു പിടിവള്ളി നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ പ്രാദേശിക സഖ്യകക്ഷികളാണ് ഇസ്രയേലുമായും സൗദി അറേബ്യയുമായും എല്ലാം ഏകോപിപ്പിച്ചിട്ടാണ് ട്രംപിന്റെ വിദേശ നയം. അപ്പൊ ഇതിന്റെ എല്ലാം ലക്ഷ്യം തന്നെ, അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഈ ഇറാന്റെ ഈ റെസിസ്റ്റൻസ് എന്നുള്ള ഈ അച്ചുതണ്ട് തകർക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇറാൻ ഇത്ര പ്രശ്നമായിട്ട് അമേരിക്കക്കെതിരെ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ പോലും പിന്നാക്കം വരാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഒരു കാരണം പറഞ്ഞാൽ ഇത് പിന്നാക്കം വരാനും പറ്റില്ല. എങ്ങനെയാണ് ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ വിമതര് ഇവരെല്ലാം എങ്ങനെ വളർത്തിക്കൊണ്ടുവരും? അങ്ങനെ ഇവര് വന്നു കഴിഞ്ഞാൽ ഈ ലോകം ഭരിക്കുന്നത് കാട്ടാളന്മാരായി മാറില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിക്കുന്നത്? അപ്പൊ അതൊരു വലിയ ഭീഷണി തന്നെയാണ് ഇപ്പൊ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രംപ് വിചാരിച്ചാലോ നെതന്യാഹു വിചാരിച്ചാലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തീർച്ചയായിട്ടും അപ്പൊ ഇതിന് എതിരെ കാണുന്ന പ്രേക്ഷകർ പറയുന്നുണ്ടായിരിക്കും, ട്രംപും നെതന്യാഹുവും എല്ലാം ചെയ്യുന്നത് ശരിയാണോ? ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ അതിൽ ഒരുപാട് ശരികൾ ഉണ്ടല്ലോ. ആ ശരികളെങ്കിലും നടന്നില്ലെങ്കിൽ ഈ ലോകം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവര് പറയുന്ന ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഹമാസുകളും ഹിസ്ബുള്ളകളും ഹൂതികളും ഈ ലോകം അടക്കി വാഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താകും നമ്മുടെ അവസ്ഥ? ഇറാനിലെ പോലൊരു ഭരണകൂടം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് തന്നെയല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരവാദം കൊണ്ട് ലോകം വാഴാമെന്ന് ചിലർ മനക്കോട്ട കെട്ടുകയാണ്. അതൊരു കാലത്തും സാധ്യമായിട്ടില്ല. കാരണം ഭീകരവാദം. പക്ഷെ ഒരു കാര്യമുണ്ട്, അമേരിക്കയ്ക്കും പിഴവുകളുണ്ട്. പിഴവുകളെന്നല്ല,
മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കാരണം ഭീകരവാദത്തെ വളർത്തുന്നതിൽ അമേരിക്കയും ഒരു ഒരു കാരണം പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിപ്പോ എല്ലാവരും ഈ ഹൂതികളായാലും ഹമാസ് എല്ലാം തന്നെ പുറത്തുനിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ഭൂതങ്ങൾ തന്നെ, അമേരിക്ക തുറന്നു വിട്ടിട്ടുള്ള ഭൂതങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനിപ്പം ഈ പറയുന്ന അമേരിക്കയ്ക്ക് പോലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത മറ്റേ സ്ഥിതിയിലേക്ക് രക്തബീജാസുരന്റെ കഥ പറഞ്ഞതുപോലെ അതിന് പല പല വേർഷൻസ് വന്നു കഴിഞ്ഞു. പല രീതിയിൽ ഇവരെല്ലാവരും ഇപ്പോൾ ഭൂലോകം മുഴുവൻ അടക്കി വാഴാൻ തക്ക ശക്തിയിലാണ് ഈ ഭീകര ഗ്രൂപ്പുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ഒന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് ഒരിക്കലും അതിനെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഈ നമ്മള് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാകുമല്ലോ. നമ്മൾ ഈ പുരാണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി വിനിയോഗിച്ചാൽ തിരിച്ചെടുക്കാനും അറിയാം. പക്ഷെ അതിന് അമേരിക്ക കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അതിനിപ്പോ ഒരു ട്രംപ് വിചാരിച്ചാൽ മാത്രം നടക്കുമോ, അല്ല ബാക്കി എന്ത് ലോകത്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കിനി കാണാം. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. Malayali Warta Plus. Like, share and subscribe.